ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ DYFI എന്ന സംഘടന അഖിലേന്ത്യാ തലത്തിൽ സ്ഥാപിക്കാനുള്ള സമ്മേളനം ഇന്നേക്ക് ഏതാണ്ട് 44 വർഷം മുമ്പ് 1980 നവംബറിൽ പഞ്ചാബിലെ ലുധിയാനയിൽ വെച്ച് ചേരുമ്പോഴാണ്. അന്ന് അദ്ദേഹം DYFIയുടെ പശ്ചിമ ബംഗാൾ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അന്ന് മുതൽ ഞങ്ങൾ തമ്മിൽ വളരെ ദൃഢമായ ബന്ധമുണ്ടായിരുന്നു. സഖാവ് ബുദ്ധദേവിൻ്റെ മരണം പാർട്ടിക്ക് വലിയൊരു ആഘാതമാണ്, നഷ്ടമാണ്. ബംഗാളിലെയും ഇന്ത്യയിലെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും സഖാവിൻ്റെ വേർപാട് വലിയ ഒരു നഷ്ടം തന്നെയാണ്. നമസ്കാരം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശമുഖമായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചിരിക്കുന്നു. ബംഗാളിലെ കമ്മ്യൂണിസത്തിൻ്റെ ആദർശമുഖം, പടവാൾ എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ വിടവാങ്ങുമ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ ഒരു യുഗം തന്നെയാണ് അപ്രത്യക്ഷമാകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുമ്പോഴും തികഞ്ഞ കലാസ്നേഹിയായിരുന്നു, കലാകാരനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. സമൂഹത്തിൽ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന വർഗീയതയ്ക്കും ഐക്യത്തിനുമെതിരെയെല്ലാം കൃത്യമായ രീതിയിൽ തൻ്റെ തൂലികയാകുന്ന പടവാൾ ചലിപ്പിച്ച ആൾ കൂടി തന്നെയാണ് ഈ പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ. ബുദ്ധദേവ് ഭട്ടാചാര്യ വിട പറയുമ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ വിപ്ലവ ജ്വാലയുടെ വിശദമായൊരു ഏട് തന്നെയാണ് മറിഞ്ഞു പോകുന്നത് എന്നാണ് പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ മന്ത്രിയുമായിരുന്ന MA ബേബി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഇന്ന് വൈകുന്നേരം തന്നെ കേരളത്തിലെ പ്രമുഖരായ മാർക്സിസ്റ്റ് നേതാക്കളെല്ലാവരും, കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാവരും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൊൽക്കത്തയിലേക്ക് പോകും എന്നുകൂടി MA ബേബി വ്യക്തമാക്കുകയുണ്ടായി. തൻ്റെ മൃതശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം എന്ന ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ആവശ്യപ്രകാരം മറ്റു സംസ്കാര ക്രിയകളൊന്നും ഉണ്ടാകില്ല. നാളെ ഉച്ചയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിന് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഭൗതിക ദേഹം വിട്ടുകൊടുക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ ആദർശമുഖമായ പ്രമുഖനായ നേതാവിനെയാണ് തങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി MA ബേബി എടുത്തു പറയുകയുണ്ടായി. ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ മരണവിവരം അറിഞ്ഞുകൊണ്ട് MA ബേബിയെ സമീപിച്ച മാധ്യമങ്ങളോട് MA ബേബി തൻ്റെ അനുശോചനം അറിയിക്കുകയായിരുന്നു. ബുദ്ധദേവ് ഭട്ടാചാര്യയെക്കുറിച്ച് തൻ്റെ ഓർമ്മയിൽ ഉള്ള അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുകയായിരുന്നു. DYFIയിൽ പ്രവർത്തിക്കുമ്പോൾ മുതൽ, ആ കാലം മുതൽ തന്നെ തനിക്ക് ബുദ്ധദേവ് ഭട്ടാചാര്യയുമായി ബന്ധമുണ്ട് എന്നാണ് MA ബേബി പറഞ്ഞത്. MA ബേബി മാധ്യമങ്ങളോട് സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. മുൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായ സഖാവ് ബുദ്ധദേവിൻ്റെ മരണം പാർട്ടിക്ക് വലിയൊരു ആഘാതമാണ്, നഷ്ടമാണ്. ബംഗാളിലെയും ഇന്ത്യയിലെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും സഖാവിൻ്റെ വേർപാട് വലിയ ഒരു നഷ്ടം തന്നെയാണ്. പാർട്ടിയുടെ വളരെ കരുത്തനായ നേതാവായിരുന്നു. യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് അദ്ദേഹം വളർന്നു വന്നത്. ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ DYFI എന്ന സംഘടന അഖിലേന്ത്യാ തലത്തിൽ സ്ഥാപിക്കാനുള്ള സമ്മേളനം ഇന്നേക്ക് ഏതാണ്ട് 44 വർഷം മുമ്പ് 1980 നവംബറിൽ പഞ്ചാബിലെ ലുധിയാനയിൽ വെച്ച് ചേരുമ്പോഴാണ്. അന്ന് അദ്ദേഹം DYFIയുടെ പശ്ചിമ ബംഗാൾ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അന്ന് മുതൽ ഞങ്ങൾ തമ്മിൽ വളരെ ദൃഢമായ ബന്ധമുണ്ടായിരുന്നു. കേന്ദ്ര കമ്മിറ്റിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇടയായിട്ടുണ്ട്. പലർക്കും അറിയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരിക്കുമ്പോൾ തന്നെ കലാസാംസ്കാരിക വിഷയങ്ങളിൽ വലിയ താല്പര്യം കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് സഖാവ് ബുദ്ധദേവ് ഭട്ടാചാര്യ. വർഗീയത രാജ്യത്തുയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് അദ്ദേഹം വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നാടകം രചിച്ചിട്ടുണ്ട്. അതിന് രംഗഭാഷ്യവും ഉണ്ടായിട്ടുണ്ട്. ഇതിനു പുറമെ നോബൽ സമ്മാനിതരായ ഗബ്രിയേൽ ഗാർഷ്യ മാർക്വേസിൻ്റെ 2 രചനകളെങ്കിലും അദ്ദേഹം ബംഗാളിയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഓർമ്മ വരുന്നു. അതിപ്രശസ്തനായ ബംഗാളി കവി സുഖേന്ദു ഭട്ടാചാര്യയുടെ ശേഷകാരനായിട്ടുകൂടി സഖാവ് ബുദ്ധദേവ് വരും. പ്രശസ്ത സംവിധായകനായ ഋത്വിക് ഘട്ടക്കിൻ്റെ വളരെ
ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു രേഖ, അത് ഋത്വിക് ഘട്ടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്ന ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ ഇപ്റ്റയുടെ ഭാഗമായിരുന്ന കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സാംസ്കാരിക രംഗവുമായി ഉണ്ടായിരിക്കേണ്ട ബന്ധം എത്തരത്തിലാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു രേഖ ഋത്വിക് ഘട്ടയ്ക്ക് എഴുതിയത് ബുദ്ധദേവ് ഭട്ടാചാര്യയാണ്. ഒരു ഗവേഷണത്തിനിടയിൽ പാർട്ടി രേഖകൾ ശേഖരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് അതിന്ന് ഒരു ലഘുലേഖയായി ഒരു ഗ്രന്ഥമായി അതിൻ്റെ മലയാള പരിഭാഷയും വന്നിട്ടുണ്ട്. നമുക്ക് ലഭ്യമായത് ബുദ്ധദേവിൻ്റെ താല്പര്യം കൊണ്ടാണ്. മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ബംഗാളിൽ കാർഷിക പരിഷ്കാരമെല്ലാം നടന്നു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ വ്യവസായവൽക്കരണത്തിൻ്റെ പാതയിലേക്ക് ബംഗാളിനെ കൊണ്ടുപോകണം എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ചില നടപടികൾ കൈക്കൊണ്ടു. അതുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉണ്ടായി. ബംഗാളിനെ വ്യവസായവൽക്കരിക്കുക എന്നുള്ളത് വളരെ ആവശ്യമായിരുന്നുവെങ്കിൽ തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളുണ്ടായി എന്നുള്ളതും ഈ ഘട്ടത്തിൽ അനുസ്മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു ആശുപത്രിക്ക് വിട്ടുകൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 10:30 അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൽക്കട്ടയിൽ അലിമുദ്ദീൻ സ്ട്രീറ്റിലുള്ള പാർട്ടി ആസ്ഥാനത്തേക്ക് കൊണ്ടുവരും. ഉച്ചയ്ക്ക് 1:30 വരെ മൃതശരീരം പാർട്ടി ഓഫീസിലുണ്ടാവും. 1:30 ഈ മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരം വിട്ടുകൊടുക്കുകയായിരിക്കും ചെയ്യുക. ഇവിടെ നിന്ന് പാർട്ടി പോളിറ്റ് ബ്യൂറോയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞങ്ങളെല്ലാം ഈ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ന് വൈകുന്നേരം കൽക്കട്ടയിലേക്ക് പോകും.